നാടക രംഗത്ത് നിന്നും സിനിമയിലേക്ക് വന്ന് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ഒരു അഭിനേത്രിയാണ് കുളപ്പള്ളി ലീല. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ് ഭാഷകളിലൊക്കെ ഈ കുളപ്പള്ളി ലീല അഭിനയിച്ചിട്ടുണ്ട്. വില്ലത്തി കോമഡി റോളുകളാണ് ഈ ഒരു താരത്തിന് ആരാധകരുണ്ടാകാനുള്ള പ്രധാന കാരണം. 71കാരിയായ ഈ ഒരു താരം ഈ പ്രായത്തിലും അഭിനയത്തിൽ സജീവമാണ്. മലയാളത്തിനേക്കാൾ കൂടുതൽ സിനിമകൾ ലീലയ്ക്ക് തമിഴിൽ നിന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏത് റോളും അനായാസേന കൈകാര്യം ചെയ്യുന്ന നടിയുടെ പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നതും. ബർമൂഡ അണിഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഒരു ഷർട്ടും അണിഞ്ഞ് അമിത മദ്യപാനിയായ ഒരാൾ ആൾക്കൂട്ടത്തോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് വൈറൽ വീഡിയോയിൽ കുളപ്പള്ളി ലീലയുടെ പ്രകടനം. ചുറ്റും ആൾക്കൂട്ടവും കാണാം. വീഡിയോയുടെ പശ്ചാത്തലം കാണുമ്പോൾ ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ കുളപ്പള്ളി ലീല തന്റെ ഒരു പ്രകടനം കാഴ്ചവെച്ചതായാണ് മനസ്സിലാക്കുന്നത്. മദ്യപാനിയായി മുമ്പ് ചില സിനിമകളിൽ ലീല അഭിനയിച്ചിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പൊതുവേദിയിൽ നടിയുടെ ഒറ്റയാൾ പ്രകടനം പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതികരണമായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത്. ഇങ്ങനെയൊരു പെർഫോമൻസ് താരം ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്നും അതിനെ പ്രേരിപ്പിച്ചത് ആരാണെങ്കിലും മോശമായി പോയി എന്നുമായിരുന്നു കമന്റുകൾ. കഷ്ടമുണ്ട്, ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത് പാവം സ്ത്രീ, ജീവിക്കാനുള്ള തത്രപ്പാടായിരിക്കും. കോമഡിക്ക് വേണ്ടി കോമാളിയാകരുത്, അങ്ങനെയായാൽ പിന്നെ ആൾക്ക് വിലയില്ലാതാകും. കഷ്ടം, ഇത്തിരി കൂടിപ്പോയില്ലേ, ഇങ്ങനെ ചെയ്യിക്കരുതായിരുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ നീളുന്നത്. ഷൂട്ടിംഗ് ആണോ അതോ സ്റ്റേജ് ഷോ ആണോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നുള്ള സംശയങ്ങളും ചിലർ കമന്റ് രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. ലീലയുടെ പ്രകടനം ചുറ്റും നിന്നുള്ളവർ ആസ്വദിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നടിയെ മനഃപൂർവ്വം ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വേഷം കെട്ടിച്ചതാണോ എന്നുള്ള സംശയവും ചിലർക്കുണ്ട്. 1998 അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ വേലക്കാരിയുടെ റോൾ ചെയ്തതിനു ശേഷമാണ് കുളപ്പള്ളി ലീല എന്ന അഭിനേത്രിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. സിനിമയിൽ ഒരു സീനിനിടെ മോഹൻലാലിനെ ചൂല് വെച്ച് അടിക്കാൻ മടിച്ചു നിന്ന കഥയൊക്കെ ലീല തന്നെ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. റാണി, പഞ്ചായത്ത് ചേട്ടി എന്നിങ്ങനെയാണ് മലയാളത്തിൽ അവസാനമായി ലീല അഭിനയിച്ച സിനിമകൾ. കസ്തൂരിമാൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് തമിഴിലേക്ക് ലീല ചേക്കേറിയത്. മരുതു, നാച്ചിയാർ, ഐറ, അരൺമന 3, മാസ്റ്റർ തുടങ്ങിയ നിരവധി സിനിമകളിലും ലീല അഭിനയിച്ചു. സിനിമയിൽ മാത്രമല്ല ടെലിവിഷനിലും ഒരു സമയത്ത് ലീല സജീവമായിരുന്നു. ഭർത്താവിനെയും മക്കളെയും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നഷ്ടപ്പെട്ട ലീലയ്ക്ക് ആകെയുള്ള ഒരു ആശ്രയം അമ്മ മാത്രമായിരുന്നു. അമ്മയെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയായിരുന്നു ലീല പരിപാലിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അമ്മ ലീലയെ വിട്ടു പോകുന്നത്. പരേതനായ കൃഷ്ണകുമാറാണ് കുളപ്പള്ളി ലീലയുടെ ഭർത്താവ്. 2 ആൺമക്കളിൽ ഒരാൾ ജനിച്ച് 8ാം ദിവസവും മറ്റൊരാൾ 13ാം വയസ്സിലും മരിച്ചു.